പല ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും ജോലി എളുപ്പമാക്കാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി ഈ ChatGPT ഒക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് വന്ന സമയത്ത് നമ്മൾ എത്രയും വേഗം ഈ AI ഇൻകോർപ്പറേറ്റ് ചെയ്യണം നമ്മുടെ ഡേ ടു ഡേ വർക്കിൽ, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതൊരു അഭിമാന പ്രശ്നം പോലെ. ഇത് വന്നപ്പോൾ തന്നെ IT ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു പിടിയില്ലാത്ത ആൾക്കാർ അവർ ചെറുതായിട്ട് പാനിക്കോ, എത്രയും വേഗം ഇതിനെപ്പറ്റി പഠിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജോലിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു മൊത്തത്തിൽ എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രഷറും ഉണ്ടായിരുന്നു, പക്ഷേ അതേസമയം ഒരു എക്സൈറ്റിംഗ് ടൈംസും ആയിരുന്നു. പക്ഷേ ഇനീഷ്യലി ആ ഒരു ഹൈപ്പ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു അവസ്ഥ വന്നപ്പോൾ ഇതിന് വ്യക്തമായ ഒരു സോളിഡ് ആയിട്ടുള്ള പ്ലാൻ ഇല്ലാതെയാണ് പലരും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പഠനത്തിൽ പറയുന്നത്. ഈ ചെറിയ ചെറിയ വിൻസ് ഒന്നും അല്ലാതെ ഒരു ലോങ് ടേമിലും ആലോചിച്ചിട്ടാണോ എങ്ങനെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാവണം, ഇത് നമ്മുടെ ഇതാക്കി. കാരണം അതൊക്കെ സ്റ്റോക്ക് വാല്യൂവിനെ വരെ എന്താ പറയുക നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ 9ഓളം മേഖലകളെ പഠിച്ചിട്ട് അതിലാകെ ടെക്നോളജിയിലും മീഡിയയിലും മാത്രമാണ് AI കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായത്. ബാക്കി ഹെൽത്ത് സെക്ടർ, റീറ്റെയിൽ അങ്ങനെയുള്ള അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത 100% കമ്പനികളിൽ വെറും 5% കമ്പനികൾക്ക് മാത്രമേ എന്തെങ്കിലും ഫൈനാൻഷ്യലി ഇതിൽ റിട്ടേൺ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 95% കമ്പനികൾക്കും ROI ഇല്ല. അവർക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ROI ഇല്ല. പക്ഷേ അതേസമയം ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി, ഒരു പേഴ്സന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ROI ഇല്ല. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫൈനാൻഷ്യലി വലിയ ബെനിഫിഷ്യൽ ആയിട്ട് കാണുന്നില്ല ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം. അപ്പോൾ പലരും അത് സ്റ്റോൾ ചെയ്യുക അല്ലെങ്കിൽ പുറകോട്ട് പോവുക അങ്ങനെയുള്ള രീതിയിലേക്ക് വരും. ഇതിനെ കൊണ്ട് വലിയ മെച്ചമില്ല, ആ ഒരു ലെവലിലേക്ക് വരികയാണ്. അതാണ് ഈ പഠനത്തിൽ പറയുന്നത്.